വയോജന കമ്മീഷൻ ഇടത് സർക്കാർ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ വയോജന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. അതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു ഭാഗം ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് ജപ്പാൻ മാതൃകയിലുള്ള ഒരു വയോജന വകുപ്പായിരിക്കും, അല്ലെങ്കിൽ വയോജനങ്ങൾ. കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത് ആ തലമുറയെ കൂടിയാണ്. നമ്മൾ സാധാരണ ജൻസിയെക്കുറിച്ച് പറയുമ്പോൾ പോലെ ഇനി വരുന്ന 5 വർഷം കേരളത്തിൻ്റെ ജനസംഖ്യയിൽ വരാൻ പോകുന്ന വലിയ മാറ്റം, കുഞ്ഞുങ്ങൾ വിദേശത്ത് പോവുകയും പ്രായമേറിയ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വയോജന ഹോമുകൾ, വയോജന ഭവനങ്ങൾ പ്രേക്ഷകർക്കറിയാം. അതേപോലെ സർക്കാർ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ്. അത് തീർച്ചയായിട്ടും അങ്ങനൊരു വകുപ്പ് വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വയോജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. നമുക്കൊരു വയോജന കമ്മീഷനുണ്ട്. വയോജന കമ്മീഷൻ വരുന്നത് 2025 സെപ്റ്റംബറിലാണ്. ഞാൻ വിചാരിക്കുന്ന അഡ്വക്കേറ്റ് സോമപ്രസാദ് മറ്റുമാണ് അതിൻ്റെ വയോജന കമ്മീഷൻ്റെ ചെയർമാൻ. പക്ഷേ ഒരു വകുപ്പ് വരുന്നു എന്നുള്ളത് തന്നെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. 2036 ആകുമ്പോഴത്തേക്കും 22% വരെ. അതായത് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ 5-1 വയോജനങ്ങളാണ്. അവരെ പ്രത്യേകമായി തന്നെ കേറ്റർ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിരത ഉണ്ടാവും, പക്ഷേ ഇമോഷണലായിട്ടുള്ള സ്ഥിരതയോ ഇമോഷണലായിട്ടുള്ള പിന്തുണയോ ഉണ്ടാവണമെന്നില്ല. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ആർജിക്കുക എന്നുള്ളതാണ് ജപ്പാൻ മോഡൽ. ഒരുപാട് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അവിടെ ഇൻഷുറൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പെൻഷൻ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് അതിനേക്കാളപ്പുറം അവർക്ക് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തോന്നൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അത്തരം അവസ്ഥയിലേക്ക് ഈ വകുപ്പ് വന്നാൽ നന്നായിരിക്കും. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്.